ഹലോ, ഞാനിന്ന് ഒരു മാർമലേഡ് ഉണ്ടാക്കാൻ പോകുക കേട്ടോ. നമുക്ക് ഓറഞ്ച് കൊണ്ട് കേട്ടോ. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കയ്പ്പാ മുന്നോട്ട് നിൽക്കുക. അറിയാത്തവരാണെങ്കിൽ വിചാരിക്കും അയ്യോ ഇതെന്താ കഴിക്കുന്നതെന്ന് വിചാരിക്കും. അല്ല, ഇതിൻ്റെ കയ്പ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ കുരു വേവിച്ച് വെള്ളം ഇതിനകത്ത് ചേർക്കുക ചെയ്യുക. ഞാൻ ഈ നാരങ്ങയുടെ തൊലിയെല്ലാം പുറത്തുനിന്ന് ചെത്തിയെടുക്കാം. ഈ തൊലി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള തൊലി നമ്മൾ കളയുകയും ചെയ്യും. ഇതിൻ്റെ പുറത്ത് നമ്മൾ ആ അകത്ത് വെള്ളം കയറി വരാത്ത രീതിയിൽ നമ്മൾ ആ തൊലി ഇങ്ങ് ചെത്തിയെടുക്കും. ഈ തൊലികളെല്ലാം ചെത്തി മാറ്റിയെടുക്കും. ആ തൊലിക്ക് നമുക്ക് ആവശ്യമുണ്ട്. ആ തൊലി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്കിത് പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ കുരു എല്ലാം നമ്മളെടുക്കും. ഈ കുരു നമ്മൾ വേവിച്ച് ഇതിനകത്ത് വെള്ളം ചേർക്കും. ആ കുരു വേവിച്ച് വെള്ളം ചേർക്കുമ്പോഴാണ് ഇതിനൊരു കയ്പ്പ് കിട്ടുന്നത്. ആ കയ്പ്പ് വേണം. ഈ ഫുഡിൻ്റെ അതാണ്, ആ കയ്പ്പ് വരുന്നതാണ് ഇത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ അത് തന്നെയാണ്. ഇത് പല സൈസ് ഫുഡുകൾ നമ്മളുണ്ടല്ലോ. ഇത് കൂടുതലായിട്ട് ബാംഗ്ലൂർ ഇങ്ങനെയുള്ളിടത്തൊക്കെയാണ്, അവിടെയൊക്കെയുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൂട്ട് സാലഡിനകത്ത് ചേർത്ത് നമുക്ക് മുകളിലിട്ട് നമ്മൾ കഴിക്കും. അതേപോലെ തന്നെ നമുക്ക് കേക്കിനകത്ത് ചേർക്കാം. അങ്ങനെയുള്ള ഓരോരോ സാധനത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച്. ഞാൻ ഈ 4 ഓറഞ്ച്, 1/2 കിലോ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഓറഞ്ച് 4 ഇതിൻ്റെ തൊലി ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ കരിന്തൊലിയാണ് ചെത്തിയെടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ വെള്ള കലർന്ന തൊലി ഞാൻ എടുത്തിട്ടില്ല. ആ വെള്ള കലർന്ന തൊലി എടുത്താൽ നമുക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അത്ര കയ്പ്പ് നമുക്ക് വേണ്ട. ഈ കുരു തിളപ്പിച്ച് നമ്മൾ ഒഴിക്കും. ആ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ കയ്പ്പ് അറിയാൻ പറ്റും. നല്ല കയ്പ്പുണ്ടാവും, ആവശ്യത്തിനുള്ള കയ്പ്പുണ്ടാവും. അത്ര കയ്പ്പ് മതി. ഇത് നാവിലേക്ക് വെക്കുമ്പോൾ ഒരു മധുരവും കയ്പ്പും കൂടിയാണ് നമ്മുടെ വായിലേക്ക് ആദ്യമായിട്ട് വരിക. വന്നതിന് ശേഷം പിന്നെ കയ്പ്പങ്ങ് മാറി നല്ല മധുരമാകും. അതൊരു പ്രത്യേക ഒരനുഭവം. നമുക്ക് നാക്കയിൽ അത് വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഞാനിത് തൊലി പൊളിക്കുകയാണേ. എനിക്ക് ഭയങ്കര പനിയാണ് കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ഇടുന്നില്ലെന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നേ. അപ്പം എനിക്കിതൊരാൾ വാങ്ങിക്കൊണ്ട് തന്നാണ് എനിക്ക്. അപ്പോൾ ആ ഓറഞ്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഇത് തന്നെ ആയിക്കോട്ടെ, വെറൈറ്റി ആയിട്ട് ഇതങ്ങ് ഇട്ടേക്കാന്ന് കരുതി ഇടുന്നതാണ്. ഇനി ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതും. അതിനുശേഷം അതിൻ്റെ റെസിപ്പി അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് തന്നെ ഞാനിത് ഉണ്ടാക്കി പഠിക്കുകയും ചെയ്തായിരുന്നു. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നാവിലേക്ക് നമ്മൾ വയ്ക്കുമ്പോൾ ഒരു മധുരം ഒരു കയ്പ്പും കൂടി അങ്ങ് വരുന്നത്. അതൊരു പ്രത്യേക ഒരനുഭവമാണ് അതിൻ്റെ. നമുക്കിത് ആ സെൻറ്റർ അങ്ങ് ചെത്തണം. എനിക്ക് നല്ല പനിയാണ് കേട്ടോ. സെൻറ്റർ അങ്ങ് ചെത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ കുരുവെല്ലാം നമുക്കിങ്ങ് എടുക്കണം കയ്യിലോട്ട്. അതിൻ്റെ പുറത്തെ ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ അല്ലിയുടെ തൊലിയെല്ലാം നമ്മളങ്ങ് എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ആ അല്ലിയെല്ലാം വൃത്തിയാക്കി നമ്മളവിടെ വയ്ക്കണം. കുരുവെല്ലാം നമ്മൾ ശേഖരിച്ച് ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കുരുവെല്ലാം എടുത്ത് വയ്ക്കുന്നത്. ഇത് നല്ലൊരു ഫുഡാണ്. നമ്മൾ വിചാരിക്കും ഇത് വെറും ഇതായിട്ടല്ല, നല്ല ഒരു ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കത് കുപ്പിക്കകത്തൊക്കെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഈ തക്കാളിയും എനിക്ക് തീരെ സുഖമില്ല, നല്ല പനിയാണ്. ഞാൻ യോഗ ക്ലാസ്സിന് പോയിട്ടില്ല, കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിട്ടില്ല. എന്നും എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ എങ്ങും പോകാതിരുന്നത്. അപ്പോൾ ഇന്ന് റെസിപ്പി ഇടുന്നില്ലെന്ന് ഓർത്തിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഒരിച്ചിരി ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ചെയ്തേക്കാമെന്ന് കരുതി അങ്ങ് തുടങ്ങിയതായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ശരിക്കും ഉപയോഗിക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് 70 വയസ്സുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നേ. എനിക്ക് കോൾ എടുക്കാനും കോൾ അയക്കാനും മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഇങ്ങനൊരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമല്ല, എൻ്റെ അടുത്ത വീട്ടിലുള്ളവരെല്ലാവരും പറയും, എൻ്റെ ആങ്ങളുടെ മോള് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇത്രയൊക്കെ എല്ലാം എനിക്ക് പാചകം ഒരുവിധമൊക്കെ അറിയാം. ഒരുവിധപ്പെട്ട പലഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ പിന്നെ യോഗയുടേതും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ആ ഇഷ്ടത്തിന് ഞാനങ്ങ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു.
ആദ്യം എൻ്റെ ആങ്ങളുടെ മോളാണ് ആദ്യം ഈ ചാനൽ എനിക്ക് രൂപീകരിച്ച് തരുകയൊക്കെ ചെയ്തത്. അതെല്ലാം ചെയ്ത് ഒരു വീഡിയോ അവളെനിക്ക് ഇട്ട് തന്നു. അതിന് ശേഷം പിന്നെ അവൾക്ക് ഇരട്ട കുട്ടികളാണ്. അവളുടെ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഞാൻ ഈ അല്ലിയെല്ലാം അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവുക. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ തൊലി ഇതാ ചെത്തി വെച്ച തൊലിയായി കാണിക്കുന്നത്. ഇതാ കുരു. ഈ കുരു എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുരു ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇടയ്ക്കത്തെ തൊലിയാണ്. അതായത് പുറത്ത് നമ്മൾ ചെത്തിയെടുത്ത് ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അത് നമുക്ക് വേണ്ട കേട്ടോ. അത് ഞാനിങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എടുത്ത് വെക്കുന്നതെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ് എനിക്ക് വീഡിയോ ഒക്കെ ഇട്ട് തരികയും എന്നെ പ്രോത്സാഹിപ്പിച്ച് പിന്നെയും മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഞങ്ങളുടെ മോളും സഹകരിക്കുന്നുണ്ട്, അവളും എനിക്ക് സഹായിച്ച് തരുന്നുണ്ട്, ഒക്കെ ചെയ്ത് തരുന്നുണ്ടോ. ഞാനിത് ഇതിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇത് തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ കയ്പ്പ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇതിൻ്റെ കയ്പ്പ് നമുക്ക് വേണം. അതിന് നമ്മളിത് ഈ വെള്ളം അടുപ്പത്തേക്ക് വെച്ചത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു പോയി കേട്ടോ. ആ തൊലിയൊന്നോടെ എടുത്ത് നോക്കുക. ഇത് ആ തൊലിയല്ല പഞ്ഞി പോലുള്ള തൊലിയാണ്. തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കുറച്ച് നേരം ഇറക്കി വയ്ക്കുമ്പോൾ നല്ല കയ്പ്പ് അതിൽ നിന്ന് വന്നോളും. ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് 2 എണ്ണം. 2 എണ്ണം വേണ്ട, നമുക്ക് 1 എണ്ണം മതി നമുക്ക്. ഇത് 250 തക്കാളിയാണ്. 1/2 കിലോ ഓറഞ്ചിന് 250 തക്കാളി, ഒരു നാരങ്ങ, അതിൻ്റെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ 1.5 നാരങ്ങ വേണ്ടത്. പക്ഷേ ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാനിത് 1 എണ്ണം മാത്രം എടുക്കാൻ തീരുമാനിച്ചേക്കുകയാണ്. ഞാൻ ഇനി വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ്. പഞ്ചസാര ഇടുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് അലിപ്പിക്കാൻ നമുക്ക് തിളച്ച വെള്ളം വേണം. നാരങ്ങ കണ്ടോ. ഇത് 250 തക്കാളിയുണ്ട്. ആ തക്കാളി വേണം നമുക്ക്. 1 കിലോ ഓറഞ്ചിന് 1/2 കിലോ തക്കാളി, 3 ചെറുനാരങ്ങയാണ് നമ്മുടെ ശരിയായ കണക്ക്. ഇത് ഞാനിപ്പോഴാ 1/2 കിലോ ഓറഞ്ച്, അതിന് 250 തക്കാളി, ഈ വലിയ നാരങ്ങ ആയതുകൊണ്ട് 1 നാരങ്ങ എടുക്കുന്നുള്ളൂ. തക്കാളി ഞാനൊന്നും കൂടെ കാണിച്ചു തന്നാൽ പാത്രം ചൂടായി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ആദ്യം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ 1/2 കിലോയുടേത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് 1/2 കിലോ ഓറഞ്ച് ചേർക്കുന്നുണ്ട്. ഞാൻ 250 പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് അത്രയും നല്ല മധുരം ഉണ്ടാവും. ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ചാണ്. 500 ml വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 250 ആയിട്ടുള്ള കപ്പിന് ഞാൻ 2 കപ്പ് വെള്ളം അതിനകത്തേക്ക് ചേർത്തു. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കതിനകത്തേക്ക് പഞ്ചസാര ഇടണം. 250 പഞ്ചസാര അതിനകത്തേക്ക് ഇടുകയാണ്. ഇത് നന്നായി തിളച്ച് മെൽറ്റായി വരണം. ഇത് നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ ഇച്ചിരി കൂട്ടിയതാണ്. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ഓരോരോ സാധനങ്ങൾ ചേർക്കുകയാണ്. ഓറഞ്ചിൻ്റെ തൊലി, അതേപോലെ തന്നെ തക്കാളി, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ചേർക്കണം. പഞ്ചസാര ഒരുവിധം മെൽറ്റായി തുടങ്ങി. ചെറും കൊണ്ട് അടിയിലുണ്ട്. ഞാനൊന്ന് ഇളക്കി നോക്കുകയും ചെയ്ത്. ഫുഡെന്ന് പറഞ്ഞാൽ പല സൈസ് ഫുഡുകളുണ്ട്. ഓരോ നാട്ടിൽ ഓരോ ടേസ്റ്റാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഇത് തന്നെ ബോംബെയിലൊക്കെ ഈ തക്കാളി ചേർക്കുന്നതിന് പകരം ഈത്തപ്പഴം ചേർക്കുന്നവരുണ്ട്. അങ്ങനെയും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ എടുത്താലും ഇത് നമുക്ക് വിളമ്പുന്ന കൂട്ടത്തിൽ അവർ നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഞാൻ നല്ല നീരുള്ള ചെറുനാരങ്ങ, അല്ല മൂത്ത് പഴുത്ത ചെറുനാരങ്ങയാണ്, വലിയ നാരങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ 1 നാരങ്ങ എടുത്തത്. അല്ലേ 1 നാരങ്ങ ഒരെണ്ണത്തിൻ്റെ മുറിയും കൂടെ വേണമായിരുന്നു. ഇതിപ്പോൾ ഞാൻ 1 ചേർക്കത്തുള്ളൂ, നല്ല നീരുള്ളത് കൊണ്ട്.
എൻ്റെ കൊച്ചുമോൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് വാങ്ങി തന്ന ഈ ഓറഞ്ച്. അപ്പോൾ ഓറഞ്ചായിട്ട് ഞാനങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ, പുള്ളിക്കാരിക്കും വേണ്ടി റെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാനിതങ്ങ് ചെയ്തേക്കാന്ന് ഓർത്ത്. റീനു എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഇത് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഇനിയും നമുക്കിത് തിളയ്ക്കണം നന്നായി. നല്ലോണം തിളച്ചതിന് ശേഷം ചെറുനാരങ്ങയും കൂടെ ചേർത്ത് തിളച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്ന ആ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. നമ്മൾ ആ ചെത്തി വെച്ച തൊലിയില്ലേ, അത് പഞ്ചസാരയ്ക്കകത്ത് കിടന്നിട്ട് അതിന് നല്ല നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന്, ആ തൊലിക്ക്. പിന്നെ അത് നമ്മൾ കടിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കടിക്കാൻ. അതിനാണ് ആ തൊലി ഇടുന്നത്. ഇത് ജാമ് പോലെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഉപയോഗിക്കുകയും ചെയ്യാം. ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്ന് മാത്രം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റിലെ ഇതിനൊരു ചെറിയ കയ്പ്പാണ് വരിക. അത് കയ്പ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേവിച്ച് അതിൻ്റെ വെള്ളം ചേർക്കുന്നത്. അല്ലെങ്കിൽ കയ്പ്പ് വരുത്തില്ല. അപ്പോൾ ആ കയ്പ്പ് വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല പനിയുണ്ട് എനിക്ക്. ഞാൻ മരുന്നൊക്കെ വാങ്ങി വന്നതാണ്. ഇന്നലെയാണ് ഞാൻ തൊട്ടേ പനി തുടങ്ങിയതാണ്. ഇന്നലെ ഇച്ചിരി കൂടുതലായിരുന്നു, ഇന്നലെ ഇച്ചിരി കുറവുണ്ട്. കാരണം ഇന്നെൻ്റെ ക്ലാസ്സൊക്കെ മുടങ്ങി പനി കാരണം. തക്കാളി ഇടാൻ പോവുകയാണ്. ഇനി തക്കാളി ഇതിൽ കിടന്ന് വേകണം. ഈ പഞ്ചസാരപ്പാവിനകത്ത് കിടന്ന് വേകുന്നത് കൊണ്ട് പഞ്ചസാരയുടെ ആ കൊഴുപ്പ് കൊണ്ട് ഇത് വെന്തങ്ങ് അലിഞ്ഞു പോകത്തില്ല. അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അലിഞ്ഞു പോകരുത്. ഇതെല്ലാം പിന്നെ കഷ്ണമായിട്ട് തന്നെ കിടക്കുകയും വേണം. അതിനൊക്കെ വേറെ വേറെ ഒരു ടേസ്റ്റുമാണ്. കുരു വേവിച്ചത് കണ്ടോ, ആ വെള്ളം ഞാൻ അതിനകത്ത് ചേർക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കയ്പ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചേർത്തിട്ട് ഞാനിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി കയ്പ്പ് കുറവാണെങ്കിൽ അതും കൂടെ ഞാൻ ചേർക്കും. അത് നോക്കുക, ഞാൻ കയ്പ്പ് എങ്ങനെയാണ് നോക്കുക. കയ്പ്പുണ്ട്. കയ്പ്പ് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. കയ്പ്പ് തീരെ കുറഞ്ഞാലും പറ്റത്തില്ല, ഒരു ചെറിയ കയ്പ്പ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓറഞ്ച് ചേർക്കാതെ. ഇപ്പോഴാണ് നമ്മൾ ഓറഞ്ച് ചേർക്കുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. കയ്പ്പുണ്ടോയെന്ന് ഞാനൊന്നുകൂടെ നോക്കുക. കയ്പ്പില്ലെങ്കിൽ, കയ്പ്പ് കുറവാണെങ്കിൽ വെള്ളം ചേർക്കണം. ഞാൻ കുരു വേവിച്ച് വെച്ച വെള്ളം പകുതിയോളം ഞാൻ ചേർത്തു. ഇനി ഒരു കുറച്ചും കൂടി ഇരിപ്പുണ്ട്. കുറുകി പറ്റി തുടങ്ങി വരുന്നുണ്ട് നന്നായി. ഇത് കുറുകി കണ്ട തക്കാളിയെ കൂടെ ഇത് കാണാൻ കുപ്പിക്കകത്താക്കി വെച്ചേക്കുന്ന നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചെറിയ ചാനൽ നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിച്ച് തരണം. ഇതുപോലെ ഓരോരോ വെറൈറ്റി ഇതുമായിട്ട് ഞാൻ ഇനിയും വരും.
എല്ലാവരും എന്നോട് സഹകരിക്കണം. നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കാണുന്ന മാതിരിയല്ല. തക്കാളിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്നത്. ഒരു കുപ്പി ചില്ലൂപ്പിക്കകത്തൊക്കെ ആക്കി വെച്ചേക്കുന്നത് ഇതിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഇതാണ്. അപ്പം എല്ലാവരും എന്നോട് സഹകരിക്കുക. എൻ്റെ ഇതിൻ്റെ പേരാണ് മർമിലെയ്ഡ്. എന്താ അപ്പം ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരമുണ്ട്. എൻ്റെ ചാനൽ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഒക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റും ചെയ്യണം. എന്നാലല്ലേ നമുക്കതിനെക്കുറിച്ച്. അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കണം ഇടയ്ക്ക്. നന്നായി ഇത് തിളക്കി ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടി നല്ലോണം അതിന് വേണ്ടി ഞാനൊന്നുകൂടെ കാണിച്ചു തന്ന കണ്ടോ. കിടന്ന് തക്കാളിയൊക്കെ കൂടെ കിടന്ന്. ഇതിനി നമുക്ക് തണുത്ത് കഴിഞ്ഞ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു സാധനമാണ്. നിർത്തുന്നു. നന്ദി.